എങ്ങനെയാണ് ഈ ഒരു വയലിൽ ഇങ്ങനെ മിമിക്രി ഒക്കെ ഉണ്ടെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ്? ആദ്യം ഇങ്ങനെ സൗണ്ട് ചെയ്ത് അങ്ങനെ ആദ്യം തുടങ്ങി. അന്നേരം അമ്മ പറഞ്ഞു ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ട്, കറക്റ്റ് സൗണ്ട് വെച്ചിട്ട് ചെയ്ത് നോക്കണം. അങ്ങനെ ഈച്ചയുടെ ശബ്ദം. ഓക്കെ, അടുത്ത ഈ പശുവിൻ്റെ. നമസ്കാരം. മിമിക്രി എന്ന കലയിലെ നവപരീക്ഷണങ്ങളുമായി ശ്രദ്ധേയനായ കൊച്ചുമിടുക്കൻ ആദിത്യദേവാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായുള്ളത്. ഇതുവരെ അധികം ആരും പരീക്ഷിക്കാത്ത വയലിൻ മിമിക്രിയാണ് ആദിത്യദേവിനെ കൂടുതൽ ശ്രദ്ധേയനാക്കുന്നത്. നമുക്ക് ആദിത്യദേവിനെ പരിചയപ്പെടാം. ആദിക്കുട്ട, നമസ്കാരം. നമസ്കാരം ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയാണ്. സുഖമായിരിക്കുന്നു. ആദിക്കുട്ടൻ എവിടുന്നാ വരുന്നേ? ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ നിന്ന് വരുന്നു. എത്രാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്? 7th. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇത്രയും വലിയ വെറൈറ്റി സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നതല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മയും അച്ഛനും വലിയച്ഛനും വല്യമ്മയും പിന്നെ അനിയത്തിയുണ്ട്. അനിയത്തിയുണ്ട്. അനിയത്തി എത്ര വയസ്സായി അനിയത്തിക്ക്? ഇപ്പം 2 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈ വയലിനിലെ മിമിക്രി ഇതൊരു വെറൈറ്റി ഐറ്റം ആണല്ലോ. ഇതൊക്കെ എങ്ങനെയാ ഇതിലേക്കൊക്കെ എത്തിപ്പെട്ടത്? ആദ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടിരുന്നപ്പം ഇങ്ങനെ ഓരോ സൗണ്ട് വന്ന് അങ്ങനെ സൗണ്ട് വന്നിട്ട് ചെയ്തു തുടങ്ങി. പിന്നെ അതില് കൂടുതലായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണോ? ഇപ്പം എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ആദ്യം കുറച്ച് മിമിക്രി ചെയ്യാം. ഓക്കെ. ആദ്യമായിട്ട് പൂച്ച കരയുന്ന സൗണ്ട്. ഓക്കെ, പൂച്ച കരയുന്ന സൗണ്ട്. അടിപൊളിയാണല്ലോ. പിന്നെ ഇനി ഏതാ? ഇനി അടുത്ത ട്രെയിനിന്റെ ഹോൺസ് ഉണ്ട്. ഓക്കെ, ഇനിയും ഫയർ എഞ്ചിന്റെ ശബ്ദം. ഫയർ എഞ്ചിന്റെ ശബ്ദം. ഓക്കെ, അടിപൊളി. എങ്ങനെയാണ് ഈ ഒരു വയലിൽ ഇങ്ങനെ മിമിക്രി ഒക്കെ ഉണ്ടെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് മിമിക്രി ചെയ്യണം എന്നൊക്കെ? ആദ്യം ഇങ്ങനെ സൗണ്ട് ചെയ്ത് അങ്ങനെ ആദ്യം തുടങ്ങി. അന്നേരം അമ്മ പറഞ്ഞു ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ട്, കറക്റ്റ് സൗണ്ട് വെച്ചിട്ട് ചെയ്ത് നോക്കണം. അങ്ങനെ കുറെ ചെയ്തു പോകും. എന്തായാലും വലിയൊരു ഒബ്സർവേഷൻ തന്നെയാണ് അല്ലേ? ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് വയലിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അമ്മയാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആദിക്കുട്ടനെ? എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ആരാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാവരും നല്ല സപ്പോർട്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ചാനലിലൊക്കെ ഇങ്ങനെ പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ പോയി തുടങ്ങിയിട്ടുണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടോ? എല്ലാവരും വിളിക്കുന്നൊക്കെ ഉണ്ടോ ആദിക്കുട്ടനെ? ചിലരൊക്കെ വിളിച്ചിട്ടൊക്കെ എന്താ പറയുന്ന ആൾക്കാരൊക്കെ? എല്ലാരും പറയുന്നത് നല്ലതാന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്കൂളിലൊക്കെ വലിയ താരമാണോ ആള്? അങ്ങനൊന്നുമല്ല, നല്ല എളിമയാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും സ്കൂളിലൊക്കെ പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ കോവിഡ് സമയമുണ്ട്, ഇപ്പം ഒന്നുമില്ല. ഓക്കെ. അപ്പം ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ എന്താ പറയുന്നേ? എല്ലാരും ഒന്നും പറയുന്നില്ല. എന്താണ്? എല്ലാരും പ്രോഗ്രാം കാണുമ്പം നല്ലതെന്ന് പറയും. കൂടുതൽ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടോ? ഓക്കെ. നമുക്കിനി വേറൊരു പെർഫോമൻസിലേക്ക് കിടക്കാം. ഇനി എന്താ ചെയ്യുന്നത്? ഇനിയും കുറച്ച് സോങ്സ് വായിക്കാം. ഓക്കെ. ആദ്യമായിട്ട് പുഷ്പ എന്ന ഫിലിമിലെ ശ്രീവല്ലി. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണല്ലോ അല്ലേ?
അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. താങ്ക് യു. ഈ ഇപ്പൊ തൊട്ടാണ് ഇങ്ങനെ വയലിൻ പഠിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ഇപ്പൊ എത്ര വർഷമായി അത് ഈ വയലിൻ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ LKG UKG തൊട്ട് വയലിൻ കർണാട്ടിക് പഠിക്കുന്നുണ്ട്. ഓക്കെ. ഫിലിം സോങ് ഇപ്പം 1 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ കൊച്ചിലെ മുതലേ വയലിൻ പഠിക്കുന്ന ആളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ഇപ്പൊ 12 വയസ്സായപ്പോഴത്തേക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ നേടിക്കഴിഞ്ഞു. അപ്പൊ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെയാ ഇത് അയാൾ നേടിയെടുക്കാനുള്ളത്? ഓക്കെ. ആരെ കണ്ടിട്ടാണ് വയലിൻ പഠിക്കാൻ തുടങ്ങിയത്? അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹത്തിന്റെ പുറത്താണോ, അല്ലെങ്കിൽ ആരെങ്കിലും വയലിൻ വായിക്കുന്നത് കണ്ടിട്ടാണോ എനിക്കും വയലിൻ വായിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയത്? അങ്ങനല്ല, ആദ്യം പഠിക്കാൻ പോയത് അഭിലാഷ് മോഹൻ എന്ന സാറിന്റെ അടുത്തായിരുന്നു. അന്നേരം ആ സാറ് തന്നെ വയലിൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്നേരം സാറിനോട് പറഞ്ഞു, സാറ് പറഞ്ഞു വയലിൻ നീളം ഇല്ല കുഞ്ഞതാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വയലിൻ പഠിക്കാൻ തുടങ്ങി. അന്നേരത്തേക്ക് ഒരു UKG 1ാം ക്ലാസ് ആ ഒരു സമയമായി. അപ്പൊ അത്രയും ചെറുപ്പം തൊട്ട് വയലിൻ പഠിച്ചു തുടങ്ങുന്നുണ്ട്. എന്തായാലും ഒരു സർവകലാ വല്ലഭനാണ് ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത്. മ്യൂറൽ പെയിന്റിങ് ചെയ്യാറുണ്ട്, ശാസ്ത്രീയ സംഗീതം ചെയ്യാറുണ്ട്. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഈ വയലിനിൽ മിമിക്രി ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ ഇതിൽ പരീക്ഷണം ചെയ്യണം എന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ശബ്ദങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? ഇനിയും ഈ ഒരു സംഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ? ആദ്യം ഞാനിപ്പോ കുറച്ചുകൂടി സൗണ്ടുകൾ ചെയ്ത് നോക്കുന്നുണ്ട്. എന്തൊക്കെ സൗണ്ടാ ഇതുവരെ ചെയ്തിട്ടുള്ളത്? ഇതുവരെ ട്വിറ്ററിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര വെറൈറ്റി ആണല്ലോ, ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണുള്ളത്. ട്വിറ്റർ നോട്ടിഫിക്കേഷൻ, പിന്നെ പുതിയതായിട്ട് വരെ പഠിച്ച് കുറച്ച് നോട്ടിഫിക്കേഷൻ സൗണ്ട്, ഈ മൊബൈൽ വൈബ്രേഷൻ, അതൊക്കെ വേറെ പുതിയതായിട്ട് പഠിച്ച്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമോ അതൊക്കെ? ഓക്കെ. ഫ്ലൈഡ് ഈച്ചയുടെ ശബ്ദം. ഓക്കെ. ഇനി ബസ്സാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? വോൾവോ ബസ്. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത മോട്ടോർ സൈക്കിൾ. ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് 12 വയസ്സേ ഉള്ളൂ ആദിത്യദേവിന്. ഈ 12 വയസ്സിനിടയിലാണ് ഇത്രയും വലിയൊരു ഒബ്സർവേഷനും ഇയാൾ നടത്തുന്നത്. അതുതന്നെയാണ്, അതിന് എത്ര അഭിനന്ദിച്ചാലും ആദിത്യദേവിന് മതിയാവില്ല. അതിനിടയിലാണ് ഇങ്ങനെ ഇത്ര വ്യത്യസ്തമായ ശബ്ദങ്ങളൊക്കെ അനുകരിച്ചു തുടങ്ങിയത് അല്ലേ? ഇനി എന്താണ് ആദിത്യദേവിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഈ പാട്ട്, ശാസ്ത്രീയ സംഗീതം, വയലിനൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയാണ് ഹോബീസ് ഉള്ളത്? വേറെ ഹോബീസ് ഒന്നുമില്ല. വേറെ പിന്നെ എനിക്ക് ഇതിനെ സമയമുള്ളൂ എന്നാണോ? ഇത്രയും ഹോബീസിന് ധാരാളമാണ്. സ്കൂളിലത്തെ പഠിക്കാനുണ്ട്. ഇപ്പം ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ സ്കൂളിൽ ഒരുപാട് പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനിടയിലാണ് ഇപ്പം ഈ മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്നുണ്ട്, ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്, വയലിൻ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിൽ പഠിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ വീട്ടുകാർ പറയാറുണ്ടോ പോയി പഠിക്ക്, ഇത് മതി, ഈ വയലിനൊക്കെ ഇത് മതി, പോയി പഠിക്കുന്നൊക്കെ പറയാറുണ്ടോ? സമയം കിട്ടും. അമ്മ അച്ഛനൊക്കെ അത്രയും സപ്പോർട്ടാണ്. പഠിത്തത്തിന്റെ കൂടെ തന്നെയാണോ ഈ വയലിനൊക്കെ കൊണ്ടുപോകുന്നത്? ഓക്കെ. ആദ്യം നന്നായിട്ട് പാട്ട് പാടുന്നതും കൂടെ കേട്ടാലോ? ഏത് സിനിമയിലെ പാട്ടാ പാടാൻ പോകുന്നത്? താനെ പൂട്ടമോഹം ചെയ്യുന്നുണ്ടോ ആദ്യം? ഇപ്പൊ ഉത്സവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ കോവിഡ് മാറി തുടങ്ങിയിട്ട് ഇപ്പം സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പം കോവിഡ് മാറി തുടങ്ങിയ വലിയൊരു ആശ്വാസമായി അല്ലേ? ഓക്കെ. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇത്ര നേട്ടങ്ങളൊക്കെ ആദ്യം തേടി എത്തിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ എത്രത്തോളം വലിയ സന്തോഷത്തിലാണോ അതെല്ലാം എത്തിയതിനു ശേഷം? ആദ്യം കിട്ടിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അന്നേരം ഒരു ഒക്ടോബറിലൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയപ്പോൾ. പിന്നെ ഈ കഴിഞ്ഞ മാസം നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. അപ്പൊ ഈ ഇത്രയും വലിയ നേട്ടങ്ങളൊക്കെ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ നേടിയെടുത്തപ്പോ ഒരുപാട് ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടോ ആദ്യനെ അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട്? വിളിച്ചിട്ടുണ്ട്. ആണോ? ആരാ ഏറ്റവും പ്രശസ്തരായവർ വിളിച്ചത്? ആരാണ്? നമ്മുടെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അഡ്മിൻസ് ഒക്കെ വിളിക്കാറില്ല. ഓക്കെ. പിന്നെ ഈ ആരോഗ്യമന്ത്രി വിളിച്ചത് ഞാൻ കേട്ടായിരുന്നല്ലോ. മാമായിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് തന്നെ. അതെ. എന്നിട്ട് എന്താ പറഞ്ഞത് കിട്ടിയപ്പോ? നല്ലതാന്ന് പറഞ്ഞു. ഇനി ഒരുപാട് ഇങ്ങനെ നല്ല നല്ല പരീക്ഷണങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞോ? ആണല്ലേ? ഓക്കെ. ഇനി എന്താ അടുത്ത പെർഫോമൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നത്? അടുത്തൊരു സോങ് കൂടെ വായിക്കാം. ഓക്കെ.
ഓക്കെ, എന്തായാലും വീണ്ടും വീണ്ടും ഞങ്ങളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയുള്ള കുറേ പാട്ടുകളും മിമിക്രിയും ഒക്കെ ആയിട്ട്. ആദ്യം സിനിമയൊക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയുടെ സിനിമകളാണ്. വിജയുടെ സിനിമയൊക്കെ ഇഷ്ടമാണ്. വിജയനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? മലയാളത്തിൽ ആരും വേണ്ട, എനിക്ക് തമിഴിലെ ഇഷ്ടം എന്നാണോ? മലയാളത്തിൽ ലാലേട്ടന് ഇഷ്ടമാണ്. ലാലേട്ടന് പിന്നെ ഇഷ്ടമില്ല, താരമല്ലേ ഉള്ളത്. ഓക്കെ, അപ്പൊ വിജയനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ വിജയ് അഭിനയിച്ച സിനിമയിൽ ഏതെങ്കിലും പാട്ട് അറിയോ പാടാൻ നമുക്ക് വേണ്ടിയിട്ട്? ഓക്കെ. ഓക്കെ, അടിപൊളി. താങ്ക് യു. ഓക്കെ, ഇനി ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഇനി പവിത്ര എന്ന മൂവിയിലെ ശ്രീരാഗമോ. ശ്രീരാഗമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. ഓക്കെ. ഓക്കെ, എന്തായാലും വയലിനിൽ വിസ്മയം തീർക്കുകയാണ് ഈ കൊച്ചു കലാകാരൻ. നമുക്കിനി കുറച്ചുകൂടെ പെർഫോമൻസ് ഉണ്ട് ആദിത്യദേവിന്റെ കയ്യിൽ ബാക്കി എന്നാണ് പറയുന്നത്. ആ പെർഫോമൻസും കൂടെ കാണാം. ആദ്യം മൂങ്ങയുടെ സൗണ്ട്. മൂങ്ങയുടെ ശബ്ദം. ഓക്കെ, അടിപൊളി. പിന്നെ അടുത്ത പന്നിയുടെ സൗണ്ട്. പന്നി. ഓക്കെ, ഇനി അടുത്ത പശുവിന്റെ. ഓക്കെ, കഴിഞ്ഞോ? ഇനി റേസിംഗ് കാറിന്റെ. ഓക്കെ. ഈ ശബ്ദമൊക്കെ എവിടുന്നാ ആദ്യം കിട്ടിയത്? സ്വയം പഠിച്ചതാണോ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചു തന്നതാണോ? സ്വയം പഠിച്ചതല്ല. സ്വയം പഠിച്ചതാണോ? അപ്പൊ നല്ല ഒബ്സർവേഷൻ ആണല്ലോ ആൾക്ക്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പുറത്തേക്കൊക്കെ നോക്കാറുണ്ടോ? മൂങ്ങിനെയും പന്നിനൊക്കെ എവിടുന്നാ കിട്ടുന്നത്? വീടിന് ചുറ്റും പന്നിയൊക്കെ ഉണ്ടോ? അല്ല പന്നിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ട്. കേട്ട് പഠിച്ചതാണല്ലോ. അപ്പൊ മിടുക്കനാണ്. പഠിത്തത്തിൽ ഇതേപോലെ മിടുക്കനാണോ അല്ലെങ്കിൽ ഉഴപ്പാണോ? വയലിലൊക്കെ മാത്രമായിട്ട് നടക്കുവാണോ? അല്ല, പഠിക്കുന്നുണ്ട്. പഠിക്കാനും മിടുക്കനാണ്, വയലിലും മിടുക്കനാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്?
ആയിട്ട് ഇമാജിൻ ഡ്രാഗൺ എന്ന ഫിലിമിലെ ബിലീവർ എന്ന ഇംഗ്ലീഷ് സോങ്. ഓക്കെ. അടിപൊളി. എത്ര മനോഹരമായിട്ട് ആദ്യകൂട്ടം വായിക്കുന്നത്. എന്താ ആദ്യന്റെ ഇനിയുള്ള ആഗ്രഹം? വലുതാവുമ്പോ എനിക്ക് ആരാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്? വലുതാവുമ്പോ IPS ആണെന്ന് ആഗ്രഹം. IPS ആണെന്നാണ് ആഗ്രഹം. അപ്പൊ വയലിനൊക്കെ വിടുവോ IPS ഒക്കെ ആവുമ്പോ? അല്ല, വയലിനും ഉണ്ട്. വയലിന്റെ കൂടെ എനിക്ക് IPS ആവണം അല്ലേ? അപ്പൊ എന്തായാലും ആഗ്രഹങ്ങളൊക്കെ അതേപോലെ തന്നെ നടക്കട്ടെ. ഒരു വലിയ വയലിനിസ്റ്റ് ആയ IPS കാരനാവട്ടെ അല്ലേ? ഓക്കെ.